ജെമിനി പരിശോധിച്ചു. ആർക്ക് കിട്ടി? എവിടെ നിന്ന് കിട്ടി ചോര? ചോര ആർക്ക് എവിടെ നിന്ന് കിട്ടി? ചോര ഷാഫി പറമ്പിലിന്റെ ദേഹത്ത് നിന്ന് വന്ന ചോര ആർക്കെങ്കിലും അങ്ങനെ പരിശോധിക്കാൻ ആർക്ക് കിട്ടി? എവിടെ നിന്ന് കിട്ടി? ആ ചോരക്കളി വേണ്ട. ഇത് കൃത്യമായിട്ട് വീഡിയോയിലൂടെ ആളുകൾ ആ ദൃശ്യങ്ങൾ കണ്ടല്ലോ. CPM എപ്പോഴും കള്ളപ്രചരണങ്ങളെ ആണ് ആശ്രയിക്കുന്നത്. ആ വാദങ്ങളൊന്നും നിലനിൽക്കില്ല. ഒരു കാര്യം, കാഫീർ സ്ക്രീൻഷോട്ട് നിങ്ങൾ തന്നെ മറന്നുപോയി. മറക്കാൻ പറ്റുമോ? എന്തായിരുന്നു പറഞ്ഞത്? തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസങ്ങൾക്ക് മുൻപ്, പോളിംഗിലേക്ക് ആളുകൾ പോകുന്നതിൻ്റെ തൊട്ടു മുൻപ് എതിർ സ്ഥാനാർത്ഥി കാഫീർ ആണ് എന്ന് UDF പ്രചരിപ്പിച്ചതായിട്ട് ഒരു വാർത്ത വരുന്നു, ഒരു സ്ക്രീൻഷോട്ട് വരുന്നു, അതിനെക്കുറിച്ച് കേസ് വരുന്നു. യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, അദ്ദേഹത്തെ പ്രതിയാക്കുന്നു. അതിൻ്റെ അന്വേഷണത്തിലാണ് അദ്ദേഹമല്ല, UDFൻ്റെ ആരുമല്ല, മറിച്ച് എവിടെ പോയി? LDFൻ്റെ മുൻ MLAക്കുള്ള ബന്ധം, CPM നേതാക്കന്മാർക്കുള്ള ബന്ധമാണ് മറനീക്കി രംഗത്ത് വന്നത്. റെഡ് ആർമി സഹാക്കൾ, ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളല്ലേ അത് ഷെയർ ചെയ്തും അത് ഉണ്ടാക്കിയതും. എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല? അതുപോലെ തന്നെ കള്ളപ്രചരണങ്ങളെ ആശ്രയിക്കുകയാണ് ഗവൺമെൻറ്റും പോലീസും CPM പാർട്ടിയും. ജനങ്ങൾക്കിത് നന്നായിട്ട് അറിയാം. ഷാഫി മത്സരിക്കാൻ വന്നപ്പോഴേ ചെമ്പട എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ചെമ്പാണെന്നുള്ളത് ഇപ്പൊ വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ശൈലജ ടീച്ചർ വടകരയിൽ തോറ്റ അന്ന് തുടങ്ങിയ അസഹിഷ്ണുതയാണ് ഇന്ന് ഈ ആരോപണങ്ങൾ. ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത് അയ്യപ്പന് പോലും സംരക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അയ്യപ്പൻ ഇനി വിഘ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഈ സർക്കാരിന്. നിരന്തരമായി വിഘ്നങ്ങൾ തന്നെ ആയിരിക്കും ഈ സർക്കാരിന്. കാരണം നമ്മൾ ഇതിനു മുൻപും ഇതേ അനുഭവം ഈ സർക്കാരിനും ഈ മുന്നണിക്കും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഷാഫി പറമ്പിലിനെതിരെയുള്ള ഒരു കോൺസ്പിരസി, വളരെ ഒരു ഓർഗനൈസ്ഡ് ക്രൈം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കോൺസ്പിരസിയാണ് നടത്തിയിരിക്കുന്നത്. അത് ഈ വിവാദങ്ങളെല്ലാം ഒഴിച്ചുകൂടാൻ, ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ, ഇതെല്ലാം മറച്ചു വെക്കാൻ, ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഷാഫിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ CPMന് നാണമില്ല ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ChatGPTയോട് ചോദിച്ച്, അല്ലെങ്കിൽ രക്തത്തിന്റെ അതിന്റെ ആഴവും പരപ്പും അതിന്റെ ചോരയുടെ മണവും കട്ടിയും അളക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. കേരളം മുഴുവൻ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള, മതേതര വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് മാത്രമല്ല, അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രസിഡന്റ് പറഞ്ഞത്. വളരെ കൃത്യമായി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ജാഥ നടത്തുന്നത്. ആ മോഷ്ടാക്കൾ, അമ്പല വിഴുങ്ങി സർക്കാരിനെതിരെയുള്ള വലിയ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അത് ഈ അക്രമത്തിലൂടെ ഒന്നും മൂടിവെക്കാൻ സാധിക്കില്ല.